ഓമശ്ശേരി അങ്ങാടിയിലുള്ള പാച്ചാന്തോട് മലിനമാക്കുന്നതിനെതിരെ ഡിവൈഎഫ്ഐ താമരശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി രംഗത്തെത്തി. ഈ തോട്ടിലെ മാലിന്യ പ്രശ്നത്തിന് പരിഹാരം കാണാത്ത പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും മാലിന്യമൊഴുക്കിവിടുന്ന സ്ഥാപനങ്ങൾക്കെതിരെയും നടപടി ആവശ്യപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ താമരശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി. ഈ തോട് വർഷം കഴിഞ്ഞ് മഴ പോയാൽ പിന്നെ ഇവിടുത്തെ ഗതി ഇതാണ്. വീട്ടിൽ കിടന്നുറങ്ങാനൊരു യാതൊരു നിർവാഹവും ഇല്ല. പൊതുവായിട്ട് വീട്ടിൽ കുട്ടികൾക്കൊന്നും തീരെ കിടന്നുറങ്ങാൻ പറ്റില്ല. ഈ കാര്യം പലപ്പോഴും പഞ്ചായത്തിൻ്റെയും പിന്നെ ഹോട്ടലുകാരെയും സ്ഥാപനങ്ങളൊക്കെ ശ്രദ്ധയിൽ ക്ഷണിച്ചിട്ടും അപ്പോഴൊക്കെ അവർ ആന്ന് പറയുമെന്നല്ലാതെ പിന്നെ ശാശ്വതമായിട്ടൊരു പരിപാടിയും നടപടി ഇതിനെതിരെ വരുന്നില്ല. ഓമശ്ശേരി അങ്ങാടിക്ക് സമീപത്തോട് ഒഴുകുന്ന പാച്ചാന്തോട് മലിനമാക്കുന്നതിനെതിരെയാണ് ഡിവൈഎഫ്ഐ താമരശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി രംഗത്തെത്തിയത്. പാച്ചാന്തോട്ടിലെ മാലിന്യ പ്രശ്നത്തിനോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെയും മാലിന്യമൊഴുക്കിവിടുന്ന സ്ഥാപനങ്ങൾക്കെതിരെയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷിന് പരാതി നൽകിയിരിക്കുകയാണ് ഡിവൈഎഫ്ഐ താമരശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ. ഏറെ നാളായി നാട്ടുകാരും വിവിധ സംഘടനകളും ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഗ്രാമപഞ്ചായത്ത് അതിനോട് മുഖം തിരിഞ്ഞ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് ഇവർ കുറ്റപ്പെടുത്തി. ഓമശ്ശേരി അങ്ങാടിയും പരിസര പ്രദേശവും മഞ്ഞപ്പിത്തം പോലുള്ള സാംക്രമിക രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുകയാണെന്നും ഈ തോട്ടിലൂടെ ഒഴുകുന്നതും കെട്ടിക്കിടക്കുന്നതുമായ മാലിന്യമാണ് രോഗവ്യാപനത്തിന് കാരണമാകുന്നതെന്നും ഇവർ പറഞ്ഞു. ഓമശ്ശേരി പട്ടണത്തിലൂടെ ഒഴുകുന്ന പാച്ചാന്തോട് മാലിന്യ കൂമ്പാരമായിട്ട് നാളുകളേറെയായി. ഈ തോട് ചെന്നെത്തിച്ചേരുന്നത് ഇരുതുള്ളിപ്പുഴ എന്നും ചെറുപുഴ എന്നും അറിയപ്പെടുന്ന പുഴയുടെ നടമ്പൽപ്പൊയിൽ ഭാഗത്താണ്. കുറേ നാളുകളായി ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള ഈ പ്രദേശത്തെ യുവജന സംഘടനകളും അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ സേവന സംഘടനകളെല്ലാം പഞ്ചായത്ത് ഭരണസമിതിയോട് രേഖാമൂലവും അല്ലാതെയുമെല്ലാം ഈ തോട് മാലിന്യമുക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനോട് തികഞ്ഞ മുഖം തിരിഞ്ഞ സമീപനമാണ് ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നാളിതുവരെ സ്വീകരിച്ചു വന്നത്. ഓമശ്ശേരി അങ്ങാടിയിൽ പ്രവർത്തിക്കുന്ന ആശുപത്രിയിൽ നിന്നും വിവിധ ഹോട്ടലുകളിൽ നിന്നുമാണ് മാലിന്യം പ്രധാനമായും ഈ തോട്ടിലൂടെ ഒഴുക്കിവിടുന്നതെന്നും മനുഷ്യവിസർജ്യം പോലും ഒഴുക്കിവിടുന്നുണ്ടെന്നും ഈ തോട് ഒഴുകി എത്തിച്ചേരുന്നത് ഇരുതുള്ളിപ്പുഴയുടെ നടമ്പൽപ്പൊയിൽ ഭാഗത്താണെന്നും നേതാക്കൾ പറഞ്ഞു. സംസ്ഥാനത്തുടനീളം മാലിന്യ പ്രശ്നങ്ങൾ പരിഹരിച്ച് പൊതു ഇടങ്ങളും ജലാശയങ്ങളും ശുചീകരിച്ച് സംരക്ഷിക്കാനും ആവശ്യമായ നടപടി സ്വീകരിക്കുമ്പോൾ ഓമശ്ശേരി പഞ്ചായത്തിൽ ആ നിലയിലുള്ള ഒരു ഇടപെടലും നടക്കുന്നില്ലെന്നും ഇവർ ആരോപിച്ചു. ഈ തോട്ടിലേത് ഉൾപ്പെടെയുള്ള മാലിന്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പ്രധാന ഉത്തരവാദിത്തമുള്ള ഗ്രാമപഞ്ചായത്ത് ഇതിന് പരിഹാരം കാണാത്തതിൽ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും മാലിന്യം ഒഴുക്കിവിടുന്ന സ്ഥാപനങ്ങൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിവൈഎഫ്ഐ താമരശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകിയത്. ന്യൂസ് ബ്യൂറോ, ഓമശ്ശേരി പറഞ്ഞു.